ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 9th സ്റ്റാൻഡേർഡ് 2024-25 അധ്യയന വർഷത്തെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ നമുക്ക് ഫസ്റ്റ് നോക്കാം. നിർദ്ദേശങ്ങളാണല്ലേ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് കൂട്ടുകാരെ? ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്, അതായത് കൂൾ ഓഫ് ടൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഉത്തരം എഴുതുക. അതിന് ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ കൂട്ടുകാരെ നമുക്ക്? 1 മുതൽ 5 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്നവയിൽ ലോകസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ് പ്രസ്താവനകൾ നോക്കൂ, സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. പരമാവധി അംഗബലം 250 ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷൻ. പാർലമെന്റിന്റെ അധോമണ്ഡലം സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ലോകസഭയെ സംബന്ധിച്ച്? അത് എന്താണ്? ഓപ്ഷൻ സി ആണല്ലേ. എന്താണ്? പാർലമെന്റിന്റെ അധോമണ്ഡലം. ലോകസഭ എന്താണ്? പാർലമെന്റിന്റെ അധോമണ്ഡലം അല്ലേ. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന മധ്യകാലഘട്ടത്തിലെ രാജവംശങ്ങളുടെ ഭരണകാലം സൂചിപ്പിക്കുന്ന ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രകൂടർ നോക്കൂ, CE 8ാം നൂറ്റാണ്ട് മുതൽ 11ാം നൂറ്റാണ്ട് വരെ. ദെൻ ചാലൂക്യർ CE 6ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ. ദെൻ ചോളന്മാർ CE 10ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെ. ദെൻ പാലന്മാർ CE 8ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ. അപ്പം ചുവടെ നൽകിയിരിക്കുന്നതിൽ മധ്യകാലഘട്ടത്തിലെ രാജവംശങ്ങളുടെ ഭരണകാലം സൂചിപ്പിക്കുന്ന ശരിയായ ജോഡി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, ഓപ്ഷൻ ബി ആണല്ലേ. അതായത് ചാലൂക്യർ CE 6ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻറാം എന്നിവ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ ഹിമാലയമുണ്ട്, മധ്യ ഹിമാലയമുണ്ട്, കിഴക്കൻ ഹിമാലയം, പൂർവാചൽ. അപ്പം ഇതിൽ ഏതാണ്? അത് ആൻസർ എന്താണ്? പൂർവാചലാണ് അല്ലേ. ആൻസർ എന്താണ്? പൂർവാചൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ചോദ്യം: ജനസംഖ്യ ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തി എഴുതുക. തെറ്റായ പ്രസ്താവനയാണല്ലേ ചോദിച്ചിട്ടുള്ളത്. രാജ്യത്തിന് ഉയർന്ന മനുഷ്യ വിഭവശേഷി ലഭ്യമാകുന്നു. ദെൻ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു. സ്ഥായിയായി നിലനിൽക്കുന്നു. രാജ്യത്തിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. അപ്പം ഇതിൽ ഏതാണ് തെറ്റായത്? അതെ, സ്ഥായിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണല്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, 5ാമത്തെ ചോദ്യം: ഉത്തരേന്ത്യൻ സമതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനമാണല്ലേ ചോദിച്ചിട്ടുള്ളത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ്. അപ്പം ഇതിൽ ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് ഏതാണ്? അതെ, നമുക്കറിയാം. ഏതാണ് കൂട്ടുകാരെ? യെസ്, ആൻസർ എക്കൽ മണ്ണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആൻസർ എന്താണ്? എക്കൽ മണ്ണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 6 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതം അല്ലേ. 6ാമത്തെ ചോദ്യം നോക്കിയാലോ. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ നേരിടുന്ന ഏതെങ്കിലും 3 പരിമിതികൾ എഴുതുക. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ നേരിടുന്ന ഏതെങ്കിലും 3 പരിമിതികളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? അതെ, കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അഭാവം, അതുപോലെ തന്നെ സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത. നെക്സ്റ്റ് നമുക്ക് ഏത് എഴുതാം? ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. ദെൻ വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. അതുപോലെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കപ്പെടുന്നില്ല. അപ്പം ഇതിൽ ഏതെങ്കിലും 3 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഏതൻസിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 7ാമത്തെ ചോദ്യം എന്താണ്? ഏതൻസിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അടിമകളില്ലാത്ത 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും പൗരന്മാരായി കണക്കാക്കിയിരുന്നു. അതുപോലെ എന്താണ്? പൗരന്മാർ ഉൾപ്പെട്ടിരുന്ന സമിതിയായിരുന്നു പ്രധാന കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊണ്ടിരുന്നത്. വർഷത്തിൽ 4 തവണ ഇവർ യോഗം ചേർന്നിരുന്നു. സ്ത്രീകൾ, കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാരായി പ്രവർത്തിച്ചിരുന്ന വിദേശികൾ തുടങ്ങിയവരെ പൗരന്മാരായി കണക്കാക്കിയിരുന്നില്ല. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ചോദ്യം, ലിംഗ പദവി വാർപ്പ് മാതൃകകൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെ? ഉദാഹരണങ്ങൾ എഴുതുക എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. യെസ്, അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 8ാമത്തെ ചോദ്യം നമ്മൾ നോക്കിയില്ലല്ലേ. 8ാമത്തെ ചോദ്യം എന്താണ്? യെസ്, വിപണന തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ചാർട്ട് അല്ലേ, ചുവടെ നൽകിയിട്ടുള്ള ചാർട്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. വിപണന തന്ത്രങ്ങൾ, ഡിസ്കൗണ്ട്, റിബേറ്റ്, ദെൻ ഇ കൊമേഴ്സ്, ഓൺലൈൻ സ്റ്റോർ, ദെൻ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം. അപ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ചാർട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് പിന്നെ ഏതൊക്കെ എഴുതാം കൂട്ടുകാരെ? യെസ്, ഡിസ്കൗണ്ട് എഴുതാം. അതുപോലെ തന്നെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം, ഉൽപ്പന്നങ്ങളോടൊപ്പം മറ്റു ഉൽപ്പന്നങ്ങൾ സൗജന്യമായി നൽകൽ. എന്തൊക്കെയാണ്? ഡിസ്കൗണ്ട്, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം, ഉൽപ്പന്നങ്ങളോടൊപ്പം മറ്റു ഉൽപ്പന്നങ്ങൾ സൗജന്യമായി നൽകൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ചോദ്യമാണല്ലോ. 9ാമത്തെ ചോദ്യം എന്താണ്? നിർവചിക്കുക. മരുഭൂമി എന്താണ്? നിർവചനം എഴുതണം. അതുപോലെ തന്നെ 2 തരം മരുഭൂമികൾ ഏതെല്ലാം എന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മരുഭൂമി എന്താണെന്ന് എഴുതുക. അതുപോലെ തന്നെ 2 തരം മരുഭൂമികൾ ഏതെല്ലാം എന്നുള്ളതിൻ്റെ ആൻസറും കൂടി എഴുതുക. നമുക്ക് ആൻസർ നോക്കാം. 25 സെൻറ്റിമീറ്റർ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് എന്ന് പറയുന്നത്. യെസ്, പൊതുവെ മരുഭൂമികൾ എന്ന് പറയുന്നത്. ദെൻ ഏതൊക്കെയാണ് 2 ഉള്ളത്? ശീത മരുഭൂമികളുമുണ്ട്, ഉഷ്ണ മരുഭൂമികളുമുണ്ട് അല്ലേ. ശീത മരുഭൂമികൾ, ഉഷ്ണ മരുഭൂമികൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിംഗ പദവി വാർപ്പ് മാതൃകകൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെ? ഉദാഹരണങ്ങൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് എഴുതണം, ഉദാഹരണങ്ങളും എഴുതണം. ഓക്കെ, നമുക്ക് എഴുതാം. വസ്തുതയില്ലാത്തതോ ഭാഗികമായി ശരിയാവുന്നതോ ആയ ചില കാര്യങ്ങളെ സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അടിസ്ഥാന ഗുണങ്ങളാക്കി വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിലൂടെയാണ് ലിംഗ പദവി വാർപ്പ് മാതൃകകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഉദാഹരണം എന്തൊക്കെ എഴുതാം? നേഴ്സാവാൻ നല്ലത് സ്ത്രീകളാണ്. ദെൻ കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ടത് പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന സൂചനകളെ അടിസ്ഥാനമാക്കി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഹിൻസ് നൽകിയിരിക്കുന്നു. നോക്കൂ, സ്ഥാനം, തനത് സവിശേഷതകൾ, തലസ്ഥാനം എന്ന് നൽകിയിട്ടുണ്ടല്ലേ. അത്രയും ഹിൻസ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ എഴുതണം നമ്മൾ ഈ കുറിപ്പിൽ? സ്ഥാനം എഴുതണം, അതുപോലെ തന്നെ തനത് സവിശേഷതകളും അതിൻ്റെ തലസ്ഥാനവും ഒക്കെ എഴുതിയിട്ട് വേണം നമ്മൾ ഈ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. സ്ഥാനം നമുക്കറിയാലോ എവിടെയാണ്? അതെ, ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നതിന് സവിശേഷതകൾ എന്താണ്? യെസ്, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാറിൽ ഉൾപ്പെടുന്നു. ദെൻ തലസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? അതെ, തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണല്ലേ തലസ്ഥാനം, പോർട്ട് ബ്ലെയർ. ദെൻ 12ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ് കേരളത്തിലെ എന്തൊക്കെയാണ് ആയുർദൈർഘ്യത്തിന് കാരണമായ ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഉയർന്ന സാക്ഷരതാ നിരക്കും ഉന്നത വിദ്യാഭ്യാസവും, അതുപോലെ തന്നെ വികേന്ദ്രീകൃത പൊതുജന ആരോഗ്യ നയം, ശുചിത്വം, ഭക്ഷ്യലഭ്യതയും പൊതുവിതരണവും. എന്തൊക്കെയാണ്? ഉയർന്ന സാക്ഷരതാ നിരക്കും ഉന്നത വിദ്യാഭ്യാസവും, ദെൻ വികേന്ദ്രീകൃത പൊതുജന ആരോഗ്യ നയം, ശുചിത്വം, ഭക്ഷ്യലഭ്യതയും പൊതുവിതരണവും. ഓക്കെ, ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം അല്ലേ. 13ാമത്തെ ചോദ്യം നോക്കൂ. മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം എന്നിവയൊക്കെയാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഭരണഘടനാ ഭേദഗതി രീതികളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഭരണഘടനാ ഭേദഗതി രീതികളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. അയവുള്ള ഭേദഗതി, ദെൻ മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, തത്വങ്ങൾ, അതിദൃഢമായ ഭേദഗതി. അപ്പം അയവുള്ള ഭേദഗതി ബി ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്?
സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം ഇവയൊക്കെയാണ് അല്ലേ. സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം. ദെൻ എ നോക്കൂ, എന്താണ് മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ദൃഢമായ ഭേദഗതിയാണ് അല്ലേ. എ ദൃഢമായ ഭേദഗതി. ദെൻ സിഒ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം. സി എന്താണ്, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം. ദെൻ 15ാമത്തെ ചോദ്യം എന്താണ്, നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ രൂപരേഖയിൽ താഴെ പറയുന്ന ഭൂവിവരങ്ങൾ അടയാളപ്പെടുത്തി പേരെഴുതുക. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്, അരാവലി നിരകൾ, ഡെക്കാൻ പീഠഭൂമി, മലബാർ തീരം, ഗോദാവരി തീരം. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറോടൊപ്പം നിങ്ങൾക്ക് എന്താണ്, ഇന്ത്യയുടെ മാപ്പും കൂടി രൂപരേഖയും കൂടി നൽകിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ പറയുന്ന ഭൂവിവരങ്ങൾ, അതായത് അമരാവലി നിരകൾ, ഡെക്കാൻ പീഠഭൂമി, മലബാർ തീരം, ഗോദാവരി നദി, ഇവ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും ഇവിടെ മാപ്പിൽ അടയാളപ്പെടുത്തുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള രൂപരേഖയിൽ അടയാളപ്പെടുത്തുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 16 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതമാണ് അല്ലേ. ഓക്കെ, നമുക്ക് 16ാമത്തെ ചോദ്യം നോക്കാം. പ്രാചീന ശിലായുഗത്തെയും നവീന ശിലായുഗത്തെയും ചുവടെ തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുക. സൂചനകൾ എന്തൊക്കെയാണ്, ഉപകരണങ്ങൾ, ഉപജീവന രീതികൾ. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ, പ്രാചീന ശിലായുഗത്തെയും നവീന ശിലായുഗത്തെയും വിശകലനം ചെയ്ത് എഴുതണമല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. പ്രാചീന ശിലായുഗം ആദ്യം നോക്കാം. ഉപകരണങ്ങൾ, പരുക്കൻ ഉപകരണങ്ങളാണ് അല്ലേ. ദെൻ ഉപജീവന രീതികൾ എന്തൊക്കെയാണ്, വേട്ടയാടൽ, ഭക്ഷ്യശേഖരണം. ദെൻ നവീന ശിലായുഗം ഉപകരണങ്ങൾ, മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ. ഉപജീവന രീതികൾ എന്തൊക്കെയാണ്, വേട്ടയാടൽ, കൃഷി, സ്ഥിരതാമസം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ 2 ശാഖകൾ ഏതെല്ലാം. രാജസ്ഥാനിൽ മൺസൂൺ മഴ വളരെ കുറവായിരിക്കാൻ കാരണം എന്തെന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ 2 ശാഖകൾ എഴുതണം. അതുപോലെ തന്നെ രാജസ്ഥാനിൽ മൺസൂൺ മഴ വളരെ കുറവായിരിക്കാനുള്ള കാരണവും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എഴുതാം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ 2 ശാഖകൾ ഏതൊക്കെയാണ്, അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ അല്ലേ. അറബിക്കടൽ ശാഖയും അതുപോലെ തന്നെ അമരാവലി നിരയുടെ കിടപ്പ് തെക്ക് പടിഞ്ഞാറൻ ദിശയിലാണ് അല്ലേ. അതിനാൽ അറബിക്കടൽ ശാഖ സമാന്തരമായി കടന്നു പോകുന്നു. ദെൻ കാറ്റിനെ തടഞ്ഞു നിർത്താൻ അരാവലിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അരാവലിക്ക് കഴിയുന്നില്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ 2 ശാഖകളാണ് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും അല്ലേ. ദെൻ അരാവലി നിരയുടെ കിടപ്പ് തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. അതിനാൽ അറബിക്കടൽ ശാഖ സമാന്തരമായി കടന്നു പോകുന്നു. കാറ്റിനെ തടഞ്ഞു നിർത്താൻ അരാവലിക്ക് കഴിയുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ചോദ്യം. ഗുപ്ത ഭരണകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചു. പ്രസ്താവന സാധൂകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണമല്ലേ. അപ്പോൾ നോക്കൂ, സംസ്കൃതം അവിടെ എന്തായിരുന്നു, ഭരണഭാഷയായിരുന്നു അല്ലേ. ഇത് നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എഴുതാം, രാമായണവും മഹാഭാരതവും മിക്ക പുരാണങ്ങളും വരമൊഴിയിലേക്ക് മാറ്റപ്പെട്ടത് ഇക്കാലത്താണ്. അതുപോലെ തന്നെ സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ, കാവ്യങ്ങൾ, വ്യാകരണം, നിഘണ്ടു തുടങ്ങിയവ ഇക്കാലത്ത് രചിക്കപ്പെട്ടു. ദെൻ സംസ്കൃത നാടകങ്ങൾ അക്കാലത്ത് ലോകപ്രസിദ്ധമായിരുന്നു. സംസ്കൃത നാടകങ്ങൾ അക്കാലത്ത് ലോകപ്രസിദ്ധമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലിംഗഭേദം, ലിംഗപദവി എന്നിവ വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞത്. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ലിംഗഭേദം, ലിംഗപദവി എന്നിവ വ്യക്തമാക്കുക. അപ്പോൾ എന്താണ് ലിംഗഭേദം, അതെ, ആണെന്നും പെണ്ണെന്നും വേർതിരിക്കുന്ന ജൈവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം. ക്രോമസോമുകൾ, ശരീരഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റു ശാരീരിക ഘടകങ്ങൾ എന്നിവയിൽ ആണിനും പെണ്ണിനും ഉള്ള വ്യത്യാസങ്ങളാണ് ലിംഗഭേദം എന്ന പദം സൂചിപ്പിക്കുന്നത്. ഇത് നെക്സ്റ്റ് ലിംഗപദവി എഴുതാൻ. സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷൻ, സ്ത്രീ എന്നീ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. ലിംഗപദവി ജീവശാസ്ത്രപരമോ സ്ഥിരതയോ ഉള്ളതല്ല. സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ് ലിംഗപദവി. സാമൂഹിക നിർമ്മിതിയാണ്. ഓക്കെ, ഇത് നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കിയാൽ 20ാമത്തെ ചോദ്യം എന്താണ്? 20ാമത്തെ ചോദ്യം, പീഠഭൂമികൾ എന്നാൽ എന്ത്? ചിത്രത്തിൽ ABC അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പീഠഭൂമികൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പീഠഭൂമികൾ എന്തെന്ന് എഴുതാം.
ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ വിശാലമായ ഭൂരൂപങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഏതാണ് പീഠഭൂമി? അതെ, പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടവയാണ്. ബിയോ, പർവ്വതങ്ങളുടെ അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവ. സി ഏതാണ്? അതെ, വൻകര പീഠഭൂമികളാണ് അല്ലേ. സി ഏതാണ്? വൻകര പീഠഭൂമികളാണ്. ചിത്രം നോക്കി നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നാട്ടിൽ ഏതെല്ലാം തരത്തിലാണ് തൊഴിലില്ലായ്മകൾ കാണപ്പെടുന്നത്? ഏതെല്ലാം തരത്തിലാണ്? അതെ, പ്രകടമായ തൊഴിലില്ലായ്മയുണ്ട് അല്ലേ. പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥയാണ് എന്ത് പറയുന്നത്? പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ദെൻ ഘടനാപരമായ തൊഴിലില്ലായ്മ, നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. നെക്സ്റ്റ് ഏതാ? നമുക്ക് കാലികമായ തൊഴിലില്ലായ്മ അല്ലേ. അതായത് പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ. ദെൻ ഏതാണ്? അതെ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയല്ലേ. ഉൽപാദന പ്രവർത്തനങ്ങളിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? അതെ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിർവഹിക്കുന്ന ചുമതലകൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിർവഹിക്കുന്ന ചുമതലകൾ നമുക്ക് ആൻസർ എഴുതാം. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. അതുപോലെ തന്നെ എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക. നെക്സ്റ്റ് എഴുതാം. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക. ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. 23ാമത്തെ ചോദ്യം എന്താണ്? പ്രചോദനം, പ്രധാനം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രചോദനവും പ്രധാനം ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പ്രചോദനം? ഒരു സാധനത്തിന് വില കൊടുക്കുവാനുള്ള കഴിവ്, സന്നദ്ധ എന്നിവയുടെ പിൻബലത്തോടു കൂടിയ ആഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? അതെ, പ്രചോദനം എന്ന് പറയുന്നത്. ഇനി പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിർദ്ദിഷ്ട കാലയളവിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വെക്കുന്ന സാധനത്തിന്റെ അളവാണ് സാധനത്തിന്റെ പ്രധാനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത വിലയ്ക്ക് നിർദ്ദിഷ്ട കാലയളവിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വെക്കുന്ന സാധനത്തിന്റെ അളവാണ് സാധനത്തിന്റെ പ്രധാനമെന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. എ കോളം നമുക്ക് നോക്കാം. അനുച്ഛേദം 14. അപ്പം ബി കോളത്തിൽ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? എല്ലാ ലിംഗ പദവികൾക്കും അവസര സമത്വം, എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്, ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല, എല്ലാ ലിംഗ പദവികളുടെയും തുല്യ അവകാശം. അപ്പോൾ ഇതിൽ അനുച്ഛേദം 14 ഏതായിരിക്കും വരിക? അനുച്ഛേദം 14 അതെ, എല്ലാ ലിംഗ പദവികളുടെയും തുല്യാവകാശം. ഇനി അനുച്ഛേദം 15 നോക്കൂ. ഒരു വ്യക്തിക്കും രംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല. ഇതിന് അനുച്ഛേദം 16 ഏകലിംഗ പദവികൾക്കും അവസര സമത്വം. അനുച്ഛേദം 21 എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തതുപോലെ ശരിയായ രീതിയിൽ എഴുതുക. ഓക്കെ, നമുക്ക് 25ാമത്തെ ചോദ്യം നോക്കാം. അപവഹനത്തിന്റെ ഫലമായി മരുഭൂമികളിൽ വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപവഹനത്തെ 3 ഉദാഹരണങ്ങൾ സഹിതം നിർവചിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്? നോക്കൂ, ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ മരുഭൂമികളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നു. അതായത് ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന അപരദന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? അപവഹനം എന്ന് പറയുന്നത്. അപവഹന ഗർത്തങ്ങൾ, ഗുഹകൾ തുടങ്ങിയവയാണല്ലേ. എന്തൊക്കെയാണ്? അപവഹന ഗർത്തങ്ങൾ, ഗുഹകൾ തുടങ്ങിയവ. ഓക്കെ, നെക്സ്റ്റ് 26ാമത്തെ ചോദ്യം നോക്കാം. പ്രതിഹാരന്മാരുടെ ഭരണകാലത്ത് കലാ, സാഹിത്യം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിഹാരന്മാരുടെ ഭരണകാലത്ത് കലാ, സാഹിത്യം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി അല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചത്. അതുപോലെ സംസ്കൃത ഭാഷയിലെ കവിയും നാടകക്കാരനും കാവ്യമീമാംസ, കർപ്പൂരമഞ്ജരി എന്നിവയുടെ രചയിതാവുമായ രാജശേഖരൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. മനോഹരമായ നിരവധി ക്ഷേത്രങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള പണ്ഡിതരെ
ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധിയായി അയച്ചിരുന്നു. ഇന്ത്യൻ ശാസ്ത്രവും ഗണിതശാസ്ത്രവും അറബി ലോകത്തേക്ക് പ്രചരിപ്പിച്ചു. അറബ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും പണ്ഡിതരുടെ സഞ്ചാരവും യഥേഷ്ടം ഇന്ത്യക്കും പടിഞ്ഞാറൻ ഏഷ്യയിലും ഇക്കാലത്ത് നടന്നിരുന്നു.